നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്തു പറഞ്ഞ് ഈ കളിയെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു ഫൈറ്റാണ് കേപ്പ് വെർദെ നടത്തിയിരിക്കുന്നത്. ബ്ലൂ ഷാർക്സ് എന്നാണ് അവരുടെ നിക്നെയിം. അവരുടെ ടീമിൻ്റെ നിക്നെയിം അതാണ്, നീല സ്രാവുകൾ. ആ സ്രാവ് അർജൻറ്റീനയെ വിഴുങ്ങാൻ വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വാ വിളർന്ന് വിഴുങ്ങാൻ വന്നു. അതിൻ്റെ തൊണ്ടക്കുഴിയോളം പോയ അർജൻറ്റീന ഒടുവിൽ ഒരു ഓൺ ഗോളിൽ രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ച. ഇതാണ് വേൾഡ് കപ്പിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ. വേൾഡ് റാങ്കിങ്ങിൽ, ഫിഫ റാങ്കിങ്ങിൽ 60-ന് താഴെയുള്ളൊരു ടീം ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയ്ക്ക് നേരെ നെഞ്ചു വിരിച്ചങ്ങ് നിന്നിട്ട് നടത്തിയൊരു പോരാട്ടമുണ്ടല്ലോ, ഇതെക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. കളിയുടെ ആവേശത്തിൽ വളരെ പെട്ടെന്ന് വരുന്ന ഒരു ക്വിക്ക് റിവ്യൂ ആണിത്. വിശദമായിട്ടുള്ള ടാക്ടിക്കൽ അനാലിസിസും മറ്റുമൊക്കെ ചെയ്യാൻ നമ്മോടൊപ്പം അധികം വൈകാതെ ഷിയാബ് സാർ ചേരും. നമ്മുടെ പോഡ്കാസ്റ്റിൽ അതിൻ്റെ വിശദമായ റിവ്യൂ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, കളിയുടെ ആവേശത്തിൽ കളി കണ്ടിട്ട് നമുക്ക് ഓരോ സുഹൃത്തുക്കൾക്കും പറയാൻ തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നങ്ങ് പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഇന്ന് കണ്ടത് വല്ലാത്തൊരു പോരാട്ട വീര്യമാണ്. കേപ്പ് വെർദെക്ക് കൈയടിക്കണം. കഴിഞ്ഞ ദിവസം അവരുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ പോലെ, ഈ കളി ജയിച്ചാലും തോറ്റാലും ഞങ്ങൾ ഈ വേൾഡ് കപ്പ് ജയിച്ചവരാണ് എന്ന് ഒരു സംശയവും വേണ്ട. ഈ വേൾഡ് കപ്പിൽ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കവർന്നിട്ടാണ് അവർ മടങ്ങിപ്പോകുന്നത്. ഏതായാലും മത്സരത്തിൽ അർജൻറ്റീനയുടെ ആദ്യ 11 മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിയോ മെസ്സിയും ലൗട്രോ മാർട്ടിനസുമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തിയാഗോ അൽമേഡയും, മധ്യനിരയിൽ റോദ്രിഗോ ഡിബോളും അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഇറങ്ങി. ഡിഫൻസിൽ ഫെക്കുണ്ടോ മെദീന, ലിച്ചാൻഡ്രോ മാർട്ടിനസ്, ക്യൂട്ടി റൊമേറോ, നാഹുൽ മൊളീന, ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച 11 കൊണ്ട് തന്നെയാണ് അവർ ഇറങ്ങിയത്. ഇന്നലെ നമ്മൾ പ്രിവ്യൂവിൽ അതുപോലെ ലൈവിലൊക്കെ പറഞ്ഞ സെയിം 11 കൊണ്ട് ഇറങ്ങി. മറുഭാഗത്ത് ഡാകോസ്റ്റ, മെൻഡസ്, ഡ്യോററ്റെ, അതുപോലെ കബ്രാൾ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ കേപ്പ് വെർദെയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ അർജൻറ്റീന കുറച്ചുകൂടി നല്ല രൂപത്തിൽ കൺട്രോൾ ചെയ്തൊരു ആദ്യ പകുതിയാണ് എന്ന് പറയേണ്ടി വരും. കളിയിൽ പക്ഷേ ആദ്യ പകുതിയിൽ ഒരു ഗോളാണ് വന്നത്. അത് മനോഹരമായൊരു ഗോളായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. 29-ാമത്തെ മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ് കൊടുത്തൊരു ബോൾ, അതൊരു സൂപ്പർ ബോളായിരുന്നു. ലിയോ മെസ്സി സൂപ്പറായിട്ട് പന്ത് വലയിലേക്ക് എത്തിച്ചു. ഓസീഞ്ഞയുടെ കോട്ട ഭേദിച്ചു ലിയോ മെസ്സി എന്ന തരത്തിലാണ് അപ്പോൾ നമ്മളത് കണ്ട് ആഘോഷിച്ച് ആളുകൾ തുടക്കമിട്ടത്. പക്ഷേ പിന്നെ അങ്ങ് ഗോള് തുടരെ വരുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. നല്ല രൂപത്തിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന കേപ്പ് വെർദെ കിട്ടുന്ന അവസരങ്ങളെ ആക്രമിക്കാൻ നോക്കുന്നു. ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജൻറ്റീന മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് പിന്നെ കേപ്പ് വെർദെ ശരിക്കും പോരാട്ടത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത്. അവർ നല്ല രൂപത്തിൽ കിട്ടുന്ന ഘട്ടങ്ങളിൽ ആക്രമിക്കുന്നു. അത് പോസിറ്റീവായ രൂപത്തിൽ അവർ ആക്രമിക്കുന്നു. ആ ആക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് 59-ാമത്തെ മിനിറ്റിൽ ഡ്യോററ്റയുടെ ഗോൾ പിറക്കുന്നത്. അതൊരു സൂപ്പർ ഗോളായിരുന്നു. ലിച്ചയുടെ കാലുകൾക്കിടയിലൂടെയാണ് ബോൾ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തടയാൻ കഴിയുമായിരുന്നില്ല എമി മാർട്ടിനസിന്. വളരെ കുറഞ്ഞൊരു റിയാക്ഷൻ ടൈം മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിന് അതിലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കളി ആ ഒരു ഗോൾ വഴങ്ങിയതിന് പിന്നാലെ മാറ്റങ്ങൾ വരുത്താൻ കോച്ച് ലയണൽ സ്കലോനി തയ്യാറാവുന്നു. ഹുലിൻ അൽവാരസ് ലൗട്രോ മാർട്ടിനസിന് പകരം വന്നു. തിയാഗോ അൽമേഡയ്ക്ക് പകരം നിക്കോളാസ് ഗോൺസാലസും വന്നു. ആക്രമിക്കാനുള്ള ശ്രമം ഒരുക്കുകയാണ് സ്കലോനി ചെയ്യുന്നത്. കാരണം 1-1 സമനില, അങ്ങനെ നിന്നാൽ പറ്റൂല. 90 മിനിറ്റ് തന്നെ കളി തീർക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ മറുഭാഗത്ത് 67-ാമത്തെ മിനിറ്റിൽ തുടരെ 2 സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തുന്നു. മൊണ്ടിയോയും അതുപോലെ ലിവറമെൻറ്റോയും കളിക്കളത്തിലേക്ക് വരുന്നു. 80-ാമത്തെ മിനിറ്റിൽ സെമേഡോയും അതുപോലെ വരേലയും വരുന്നു. അങ്ങനെ 4 പുതിയ താരങ്ങളെ കൂടി വെച്ചുകൊണ്ട് കേപ്പ് വെർദെ അവരുടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തിരിച്ചടിക്കാൻ കഴിയാതെ പോകുന്ന അർജൻറ്റീനയാണ് നമ്മൾ കണ്ടത്. 84-ാമത്തെ മിനിറ്റിൽ പരേഡസിനെ, ഡീബോളിനെ പിൻവലിച്ച് പരേഡസിനെ കളിക്കളത്തിലേക്ക് വിട്ടു. മെദിനയ്ക്ക് പകരം നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും പിന്നാലെ വന്നു. കളി എക്സ്ട്രാ ടൈം വരെ കേപ്പ് വെർദെ കളി എത്തിച്ചു എന്നത് തന്നെ ഒരു വലിയ കാര്യം. ഇനി എന്ത് എക്സ്ട്രാ ടൈമിൽ അവർ പോരാടുമോ, അതായിരുന്നു ചോദ്യം. പക്ഷേ എക്സ്ട്രാ ടൈമിൽ തുടക്കത്തിൽ തന്നെ കിടിലനൊരു ഗോളിലൂടെ അർജൻറ്റീന ലീഡെടുക്കുന്നു. 93-ാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഗോൾ പിറക്കുന്നത്. ലിച്ചാൻഡ്രോ മാർട്ടിനസിൻ്റെ ഗോളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കോർണർ കിക്കിനെ തുടർന്ന് വന്ന ഒരു പന്ത്, അതിൽ നിന്നാണ് പിന്നീട് ആ ബോൾ അലക്സിസ് മാക്കലിസ്റ്റർ വഴിയൊക്കെ ലിച്ചാൻഡ്രോ മാർട്ടിനസിന് ലഭിക്കുന്നത്. അദ്ദേഹം അടിച്ചങ്ങ് വലയിലേക്ക് കയറ്റി. ഒരു ഡിഫൻഡർ ലേറ്റായിട്ട് അദ്ദേഹത്തെ തടയാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞില്ല. ബോസിഞ്ഞയ്ക്ക് അത് തടയാൻ പറ്റിയില്ല. അർജൻറ്റീന ലീഡെടുത്തു. ഇനി കാര്യങ്ങൾ അർജൻറ്റീന നിയന്ത്രിച്ചോളും. കേപ്പ് വെർദെ അവരുടെ പോരാട്ട വീര്യം അവിടെ അവസാനിപ്പിക്കും
എന്ന് ആണ് ഞാൻ കരുതിയത്. പക്ഷെ അതല്ലായിരുന്നു സംഭവിച്ചത്. പിന്നീട് അങ്ങോട്ട് ഒരു പോരാട്ട വീര്യം വീണ്ടും അവർ പുറത്തെടുക്കുന്നു. എവിടുന്ന് ഗോൾ വരുന്നാണ് നോക്കിയത്. എന്താണ് പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് ആ മൂലയിൽ നിന്ന് അടിച്ചങ്ങ് കയറ്റുന്ന കബ്രാൾ. ഒരു ടോപ്പ് ക്ലാസ് ഗോൾ. ഒരു പക്ഷേ വേൾഡ് കപ്പിലെ തന്നെ മികച്ച ഗോളുകളിൽ ഒന്ന് അവിടെ പിറക്കുന്നതാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും സിഡ്നി ലോപ്പസ് കബ്രാൾ അതിമനോഹരമായിട്ട് പന്ത് വലയിലേക്ക് അടിച്ചിട്ടു. അൺബിലീവബിൾ ആയിരുന്നു അത് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നമ്മൾ കാണുന്നത് ഗോൾ മടക്കാനുള്ള അർജൻറ്റീനയുടെ ശ്രമം, മടക്കാനല്ല ലീഡ് വീണ്ടും തിരികെ പിടിക്കാനുള്ള അർജൻറ്റീനയുടെ ശ്രമങ്ങൾ. അപ്പോഴും കേപ്പ് വെർദെ ചില ഘട്ടങ്ങളിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഒടുവിലാണ് ആ ഒരു കോർണർ കിക്കിനെ തുടർന്ന് വന്നിട്ടുള്ള ഹെഡർ ഗോൾ വരുന്നത്. ക്യൂട്ടറമയുടെ ഗോളാണ്, ലിയോ മെസ്സിയുടെ അസിസ്റ്റാണെന്നൊക്കെയാണ് നമ്മൾ ആദ്യം കരുതിയത്. പക്ഷെ അപ്പോഴേ അത് എതിർ ടീം താരത്തിൻ്റെ മേലെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടത് ഡുനെ ബോർഹസിൻ്റെ ഓൺ ഗോളായിട്ടാണ്. അപ്പോഴും 111 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 9 മിനിറ്റൊക്കെ കേപ്പ് വെർദെക്ക് വീണ്ടും തിരികെ വേണമെങ്കിൽ എന്നുള്ള തോന്നലുണ്ടായിരുന്നു. എന്നാൽ കേപ്പ് വെർദെ ശരിക്കും തിരികെ വരാൻ ശ്രമിക്കുന്ന കാഴ്ച അത് അത്ഭുതപ്പെടുത്തി. അവസാന നിമിഷം വരെ അവർ ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എമിയുടെ ഒരു കിടിലൻ സേവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ അർജൻറ്റീന ആരാധകർ ജീവൻ കൈ പിടിച്ചിരിക്കുക എന്നൊക്കെ പറയില്ല, ആ രൂപത്തിലാണ് കളി കണ്ടത്. ശ്വാസം പിടിച്ചിരുന്ന കളി കാണേണ്ട അവസ്ഥ വന്നു. അത് കേപ്പ് വെർദെ എന്ന് പറയുന്ന ടീമിൻ്റെ പോരാട്ട വീര്യമാണ്. ബിഗ് സല്യൂട്ട് ഫോർ കേപ്പ് വെർദെ ആൻഡ് കൺഗ്രാറ്റുലേഷൻ ഫോർ അർജൻറ്റീന. കാരണം അർജൻറ്റീന എന്തൊക്കെയാണെങ്കിലും ഒടുവിൽ അവരുടെ ലക്ഷ്യം നിറവേറ്റിയിരിക്കുന്നു. റൗണ്ട് ഓഫ് 6 കടന്നിരിക്കുന്നു. അവിടെ ഇനി ഈജിപ്താണ് അവരുടെ എതിരാളികളായിട്ട് വരുന്നത്. ഏതായാലും കളി കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റുവട്ടത്തു നിന്നൊക്കെ പടക്കം പൊട്ടിക്കുന്നത് കേട്ടു. അർജൻറ്റീന ആരാധകരുടെ പടക്കം പൊട്ടിക്കൽ. അതൊരു ആഘോഷത്തിൻ്റെ പടക്കം പൊട്ടിക്കലായിരുന്നില്ല ഇത്തവണത്തേത്, ആശ്വാസത്തിൻ്റെ പടക്കം പൊട്ടിക്കലാണ് എന്നാണ് എനിക്ക് തോന്നിയത്. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ വിശകലനങ്ങളും വിശദീകരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നാലെ കാണാം.